നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ഇന്നലെ ഒരു KSRTC ഡ്രൈവറല്ല കണ്ടക്ടറെ പിന്നെ ഒരു യാത്രക്കാരൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ആദ്യം പിന്നെ മർദ്ദിക്കുകയും പിന്നെ മുഖത്ത് കടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ ഈ കണ്ടക്ടർമാർക്ക് ഒന്നും പറയാത്തൊരു കാലമാണ്, KSRTC കണ്ടക്ടർമാരെ ഉപദ്രവിക്കുന്ന ഒരു കാലമാണ്. ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസ്മാര രോഗികളായ ചില ആളുകൾ വണ്ടിയെ കയറിയിട്ട് എന്തെങ്കിലും നിസ്സാര പ്രശ്നത്തിനാവും ഈ പ്രശ്നം വരുന്നത്. ഇന്നലെ ആ പ്രശ്നം ഉണ്ടായത് അയാളൊരു ആ കണ്ടക്ടർ അദ്ദേഹം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡോറിൻ്റെ അവിടെ നിന്ന് കയറി നിൽക്കാനാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോറ് തുറന്നു പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവൻ ഏതെങ്കിലും വണ്ടിക്കടിയിൽപ്പെട്ട് ചാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് കയറി നിൽക്കാൻ പറഞ്ഞത് തന്നെയാണ് ആ കണ്ടക്ടറെ പിന്നെ ഉപദ്രവിക്കുക മാത്രമല്ല മുഖത്ത് കടിക്കുകയും ചെയ്തു. ഈ കാലത്ത് മനുഷ്യന്മാർ കടിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു ചിരിയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പട്ടികളാണല്ലോ കടിക്കുന്നത്, മനുഷ്യന്മാരും കടിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കടിക്കും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പണ്ടൊക്കെ ചെറിയ കുട്ടികളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളുകയോ കടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വലിയ മനുഷ്യന്മാരും പ്രായമായവരും എല്ലാവരും കടിക്കുകയാണ്. കാരണം ഇത് കടിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ കടിക്കും, ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അതിന് കടി, അങ്ങോട്ട് നോക്കിയാൽ കടി, ഇങ്ങോട്ട് നോക്കിയാൽ കടി, ചിരിച്ചാൽ കടി. ഇതെന്താ? ഇങ്ങനെയുള്ള മനോരോഗങ്ങളുള്ള ആളുകളൊന്നും ബസ്സിൽ കയറ്റരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ള യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. ഇവൻ്റെ മാനസിക നില ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്നലെ ഞാൻ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിലാണ് ഇത് കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാം. കാരണം എന്നിട്ട് ബാക്കി പ്രതികരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും ബസ്സിൽ കയറ്റരുത്. ഇവനെ നടത്തി വിടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബസ്സിൽ എവിടെയെങ്കിലും വല്ല വണ്ടിയിലും കയറി പോട്ടെ. കാരണം ബസ്സിനകത്ത് ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ 10-100 ആളുകളൊക്കെ കയറുന്ന ബസ്സിലൊക്കെ ആവും ചിലപ്പോൾ ഇവൻ കയറി പോണത്. ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഫുൾ സീറ്റിൽ ഇരുന്ന് പോകാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഡോറിൻ്റെ അവിടെ നിന്നൊക്കെ കയറി നിൽക്കാൻ പറയണം. അപ്പോൾ പറയുന്ന അത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട, അത് ഒരു തെറ്റൊന്നുമില്ല. കണ്ടക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഇവൻ തന്നെ ചാകാതിരിക്കാനുള്ള പണിയാണ് അയാൾ പറയുന്നത്. കാരണം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ ഡ്രൈവറുള്ളൂ. പ്രൈവറ്റ് ബസ്സിലാണ് ചില ഭാഗങ്ങളൊക്കെ 2, 3, 4 പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ട്, ജീവനക്കാരൊക്കെ ഉണ്ട്. ചിലയിടത്ത് 2 ഭാഗമൊക്കെ ഉള്ളൂ. എന്നാലും അയാൾ പറയുന്ന വാക്കിന് പുല്ല് പുരക പോലും കൽപ്പിക്കാതെ അയാളെ പിടിച്ച് ഉപദ്രവിക്കുക. ഇതെന്താ എന്തൊരു നാടാണിത്? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ശരി, ഓക്കെ, ഇതിന് ബാക്കി പറയാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നു. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നത് കടിച്ചു പരിക്കേൽപ്പിക്കാനാണ്. വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് കണ്ടക്ടറെ മുഖത്ത് കടിച്ചു പരിക്കേൽപ്പിച്ചത്. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലാണ് സംഭവം. ഇത് ജയശങ്കറുണ്ട്. ജയശങ്കർ നായയുടെ കടി കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് യാത്രക്കാരുകൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? പാവപ്പെട്ട കണ്ടക്ടർമാർ. എന്താ സംഭവിച്ചത് ജയശങ്കർ? അതായത് ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ കണ്ടക്ടർ വിനു ഈ യാത്രക്കാരനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ അത് തയ്യാറായില്ല. അതിന് കടിച്ചൊക്കെ പരിക്കേൽപ്പിക്കുന്നത്, നായ കടിക്കുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം നൽകുന്നതാണ്. പക്ഷേ ഒരു KSRTC ബസ്സിൽ ഒരു കണ്ടക്ടറെ ഒന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു കടിച്ച ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഡോക്ടർ അരുൺ. എന്തായാലും പോലീസ് പരിശോധിക്കട്ടെ. അപ്പോൾ മാനസിക ബുദ്ധിമുട്ടില്ലെങ്കിൽ അയാള് കുടിയന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ കുടിയൻ എന്നൊക്കെ പറയും. ഇത് കടിയൻ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടോ എന്നുള്ളതാണ്. മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ അതെന്തായാലും കണ്ടക്ടർ അല്ലേ, നിങ്ങൾ ആ ഡോറിൽ നിന്ന് മാറി കണ്ടില്ലേ? ഇതാണ് കോലം. കാരണം ഇവനൊക്കെ ശരിക്കും മെൻ്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കണം. അത് കഴിഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിൽ ചാടിയാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇവൻ്റെയൊക്കെ മാനസിക നില എന്തായാലും ചെക്ക് ചെയ്യണം. കാരണം എന്നിട്ട് ഇവരെ ബസ്സിൽ കയറ്റാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെപ്പോലുള്ള 2 ആൾക്കാർ കയറി കഴിഞ്ഞാൽ ആ ബസ് കൂടുമ്പോൾ പിന്നെ ബസ്സിലുള്ള മറ്റുള്ള യാത്രക്കാരും കൂടി നാറും. കാരണം ഇവന് സ്വന്തമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ വേറൊരു ബസ്സിൽ പോകണം. മനസ്സിലായില്ലേ? ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഇവന് ഇരുന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. കടിക്കുക, മാന്തുക, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിരിയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടികളാണല്ലോ സാധാരണ കടിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ആ കണ്ടക്ടർ
കാര്യമായിട്ടുള്ള മുറിവ് മുഖത്ത് പറ്റിയിട്ടുണ്ട് ഇവൻ്റെ കടി കൊണ്ട്. കാരണം ഒടുക്കത്തെ കടിയാണ് അവൻ കടിച്ചത്, മരണക്കടിയായിരുന്നു നിന്ന് കടിച്ചത്. കാരണം ഇനി വേറെ ഒരാളെ കടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള കടിയാവും കടിച്ചത്. എന്തൊരു കടിയാണിത്? ഇങ്ങനെയാണ് ഇതെന്തൊരു ഇവനെ പോലുള്ളവനൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സുകാരുടെ കാര്യം കഷ്ടകാലമാണ്. ഇപ്പം ബസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം KSRTCയിലും പിന്നെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതിലും മോശപ്പെട്ടവരുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു തെറ്റൊന്നുമല്ല. ഒന്ന് കയറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് കടിക്കുക, മാന്തുക, വെച്ചുക, ഇതൊക്കെ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം വലിയ മനുഷ്യന്മാരും ചെയ്യുന്നത്. വല്ല മനോരോഗം ഉണ്ട്, വല്ല മാനസിക ഹോസ്പിറ്റലിലും വല്ല സൈക്യാട്രിസ്റ്റിനെയും പോയി കാണുന്നുണ്ട്. എന്നിട്ട് ബസ്സിൽ കയറാം. മറ്റുള്ള പാവങ്ങളായ വേറെ നിരപരാധികളായ ഒരുപാട് യാത്രക്കാരുണ്ടാവും. നല്ല രീതിയിൽ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ പോലും വഷളാക്കുന്ന രീതിയിൽ, അവരെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് കടിക്കുക, മാന്തുക. തരക്കല്ല അയാൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞതാണെങ്കിൽ അതിന് നടപടിയുണ്ട്. അതിന് കടിക്കുകയല്ല, അയാളെ KSRTC ഡിപ്പോയിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, ഏത് കണ്ടക്ടറായാലും ഡ്രൈവറായാലും. അങ്ങനെയൊക്കെയുള്ള ഒരു ന്യായമായ കാര്യമാണ്. അതല്ല ബസ്സിൻ്റെ ഡോറിൻ്റെ അവിടെ കയറി നിൽക്കാൻ പറഞ്ഞ ഉടനെ കടിക്കുകയാണ്. ഇതെന്താണ്? പാമ്പാണ് കടിക്കാൻ, പട്ടിയാണോ കടിക്കാൻ? കാരണം ഇവർ കടിച്ച് പരിചയമുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നിർത്തുന്നു. കൊള്ളാം. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോക്ക് വല്ലാത്ത പോക്ക്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളത്തിലാണ് നടക്കുന്നത്, അല്ലാതെ തമിഴ്നാട്ടിലോ ബീഹാറിലോ ഗുജറാത്തിലോ കർണാടകത്തിലോ ഒന്നും അല്ലത്. മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ജനങ്ങൾക്ക് കുറേയൊക്കെ വിവരം വെച്ചിട്ട് ബസ്സിൽ കയറാൻ പറയണം. ബസ്സിനകത്ത് കയറട്ടെ. ശരിയെന്ന് നിർത്തുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാണ്ട്. കൂടിപ്പോകത്തുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിർത്തുകയാണ്. ശരിയെന്നാ, ബൈ.